നമ്മളോടൊപ്പം നമുക്ക് ഇപ്പോൾ ഒരു അതിഥി എത്തിയിട്ടുണ്ട് നമ്മുടെ ബസ്സിലേക്ക്. അതിഥി സ്വാഗതം. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നമസ്കാരം. അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. നമസ്കാരം. അങ്ങനെ റിപ്പോർട്ടറിന്റെ ഈ തെരഞ്ഞെടുപ്പ് ബസ്സിലേക്ക് അവിടെ നമുക്ക് ഇത്ര സൗകര്യമുള്ളൂ. അതെ, ഉള്ള സൗകര്യത്തിലൊക്കെ ഒന്ന് വെയിലുകൊണ്ട് സമ്പർക്കം കഴിഞ്ഞ് വരും കേട്ടോ. നിങ്ങള് ഇനി കുറച്ചു നേരം ഇവിടെയാണ് സമ്പർക്കം. പറഞ്ഞോളൂ. ഉണ്ണി സാർ, ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഷാർജ മുതലേ കരുതി കൂട്ടി വന്നിരിക്കുകയാണ്. ഷാർജയിൽ നിന്ന് നേരിട്ട് വന്നാണ്. ഉണ്ണി സാറെ തയ്യാറെടുപ്പ് കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഹരിയാനയിലും അതിനു മുമ്പ് ജാർഖണ്ഡിലും എല്ലാം. ഹരിയാന മാത്രമാണ് നിങ്ങൾക്ക് ഒരു ആശ്വാസം അല്ലേ? പിടിച്ചതോടുകൂടി അല്ലെ ഇത്തരം പ്രവചനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഹരിയാനയും പാലക്കാട് ഇനിയിപ്പോ നമുക്ക് പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് ശ്രീ കെ സുരേന്ദ്രൻ ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങളൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് BJP നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? സന്ദീപ് വാര്യർ ഇഷ്യൂലാണ്. അതൊരു പ്രതിസന്ധി അല്ല എന്ന് താങ്കൾ പറയുമെങ്കിൽ കൂടിയും അത് വെച്ചിട്ട് ഞങ്ങളിലേക്ക് BJPക്കാർ വരുന്നുണ്ട്. ഇതൊരു വൺ വേ മാത്രമല്ല, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും വരുന്നു എന്നൊരു രീതിയിൽ. BJPയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും വന്നിട്ടുണ്ട്. AK ആന്റണിയുടെ മകൾ വന്നിട്ടുണ്ട്, ശ്രീ K കരുണാകരൻ്റെ മകൾ വന്നിട്ടുണ്ട്, പ്രമുഖരായിട്ടുള്ള UDF ചെയർമാൻമാർ വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആൾക്കാർ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ MP-യും MLA ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടി വന്നിട്ടുണ്ട്. ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തെ ചാഞ്ചാട്ടത്തിൽ ഒരു തരത്തിലും അതൊരു പ്രസക്തമല്ലാത്ത കാര്യമാണ്. ഒരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല. മാത്രമല്ല ഉർവശി ശാപ ഉപകാരം. അതായത് എവിടെയെങ്കിലും പ്രവർത്തകർ കുറച്ച് ജോലിക്ക് പോവുകയും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാവാതൊക്കെ ഇരിക്കുന്ന നാച്ചുറൽ എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ പാലക്കാട് അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ അവരെല്ലാം ഇപ്പം ചാടി ഇറങ്ങിയിരിക്കുക. നിങ്ങൾക്ക് ഫീൽഡിൽ പോകുന്നുണ്ടല്ലോ നിങ്ങൾ. അതുകൊണ്ട് ഇതിന് ഒരു പ്രയോജനവും UDF ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, UDF ഇതുകൊണ്ട് വലിയ നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് VD സതീശന് കണ്ടകശനിയാണ്. നിങ്ങൾ എന്തുമാത്രം വെളുപ്പിച്ചിട്ടും കാര്യമില്ല. VD സതീശന്റെ സ്ട്രാറ്റജി പൊളിയും ഇതിൽ. അതെന്തോ കൊള്ളിച്ച് പറഞ്ഞ പോലെ വെളുപ്പിച്ചു. VD സതീശനെ വെളുപ്പിക്കുന്നവരാണ് ഇവിടെ 1/4 മാധ്യമങ്ങളും. അത് ഒരു അജണ്ടയാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. പക്ഷേ അദ്ദേഹത്തെ ജനങ്ങൾ മുഖ്യമന്ത്രിയാക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ പറയുന്നു VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃ പദവി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ. 2ഇടത്തും UDF ദയനീയമായിട്ടുള്ള പരാജയം ഉണ്ടാവും. കോൺഗ്രസ് എടുത്ത എല്ലാ സ്ട്രാറ്റജി ഇപ്പോൾ ഈ അവസാനം PFIയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രചാരണം പോലും അവർക്ക് വലിയ തോതിൽ പാലക്കാട് നഷ്ടം ഉണ്ടാക്കുന്നില്ല. അതിന്റെ പേരിലാണ് നിങ്ങളൊന്ന് തർക്കിച്ചത്. തെളിവിന് ഞാൻ പറയാം. അല്ല സ്മൃതി, ഞാൻ പറയട്ടെ മാഡം. സ്മൃതി മാഡം പറഞ്ഞത് എന്താണ് തെളിവ് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? എന്നോട് ഞാൻ തെളിവ് ചോദിച്ചത് കൊണ്ട് മാധ്യമപ്രവർത്തകർ എല്ലാവരും അത് നിങ്ങളുടെ റിപ്പോർട്ടർ അടക്കം വന്നിട്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം റിപ്പോർട്ടർമാരോട് ചൂടാവുകയാണ്. എല്ലാ ചാനൽ റിപ്പോർട്ടർമാരോടും നിങ്ങൾ എന്താണ് ഈ ചോദ്യം മാത്രം ചോദിക്കുന്നത്? കാരണം അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല. PFIയെ വിട്ടുകഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലുള്ള ധ്രുവീകരണം നടക്കില്ല. അതുകൊണ്ട് PFI അദ്ദേഹത്തിന് തള്ളിപ്പറയാൻ പറ്റില്ല. ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൽപ്പാത്തി തേര് കഴിഞ്ഞ ഉടനെ താങ്കൾ എങ്ങോട്ടാണ് പോയത്? താങ്കൾ നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFI നേതാക്കളെ കണ്ടോ ഇല്ലയോ? അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. SDPI ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസ് ഇറക്കിയതാണോ ഇല്ലയോ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. SDPI UDF മുന്നണിയുടെ ഭാഗമാണോ? SDPI പരസ്യമായി പാലക്കാട് UDF പിന്തുണ പ്രഖ്യാപിച്ചു. SDPI എന്ന് പറയുന്നത് PFIയുടെ രാഷ്ട്രീയ പാർട്ടിയാണോ അല്ലയോ? ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ചോദ്യങ്ങളാണ്. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജനങ്ങളോടാണ്. ഇതിനൊന്നിനും VD സതീശൻ മറുപടി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, VD സതീശൻ ഈ ചോദ്യത്തിൽ പ്രകോപിതനാവുകയാണ്. അദ്ദേഹം പറയട്ടെ. BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണം വസ്തുതാപരമായിട്ടുള്ള ആരോപണമാണ്. പോപ്പുലർ ഫ്രണ്ടുമായി അങ്ങേക്ക് ബന്ധമുണ്ടോ? SDPI ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് സഹായിക്കുന്നത്? കോൺഗ്രസിന് ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് ഗ്രീൻ ആർമി എന്ന് പറയുന്ന ഒരു സ്ക്വാഡ് പിരായിരിയിലും ഈ മേലാമുറിയിലും ഇറങ്ങുന്നുണ്ടോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. കോൺഗ്രസ്സുകാരുടെ ഇന്നലെ ചർച്ചയിലും അത് ചോദിച്ചിരുന്നു. അപ്പോൾ ഗ്രീൻ ആർമിയെ കുറിച്ച് അറിയില്ല എന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത ലിജു പറഞ്ഞത്. പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. SDPIയുടെ നോട്ടീസ് ഞാൻ കണ്ടു. SDPI പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായിട്ടാണ്. അല്ല, അത് നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസ് ഇറക്കിയതാണ്. SDPI UDF പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതിന് മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ
SDPI പിന്തുണ വേണ്ടെന്ന് സതീശൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ മറന്നു പോരുത്. അതാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹം ആവർത്തിച്ചത്. എല്ലാ തവണയും അത് പറയേണ്ട കാര്യം. വോട്ടുകൾ വേണ്ട ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനപ്പുറം എന്താണ് ഇരട്ടത്താപ്പുള്ളത്? പാലക്കാട് വന്ന് SDPI പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവം വി.ഡി. സതീശൻ കാണിച്ചാൽ നിങ്ങൾ ചോദ്യത്തിന് ഞാൻ മറുപടി. ശരി, ശ്രീ സുരേന്ദ്രൻ, അത് ശരി. SDPI അത് ശരിയാ, ശരിയല്ല, അത് ഭീകരമായ ഒരു ശരിയാണ്. SDPI എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടന, രാജ്യം നിരോധിച്ച ഭീകരവാദ സംഘടന. അതിന്റെ 75 നേതാക്കൾ തിഹാർ ജയിലിൽ കിടക്കുകയാണ്. അവർക്ക് ഒരു കാലത്തും ജാമ്യത്തിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്ത കുറ്റങ്ങൾ ചെറുതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭീകരവാദ സംഘടനയുടെ പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് വി.ഡി. സതീശനുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നത്? ശ്രീ സുരേന്ദ്രൻ, ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം കോൺഗ്രസിലേക്ക് ഉണ്ടാകും എന്ന രൂപത്തിലുള്ള കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പള്ളികളിൽ ഇമാമുകൾ നൽകിയിരിക്കുന്ന സന്ദേശമായാലും ഇപ്പോൾ BJP ജയിക്കരുത് എന്നൊരു സന്ദേശം. അപ്പോൾ സ്വാഭാവികമായി LDF ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ആ വോട്ട് UDF കൊടുക്കാം എന്ന് ന്യൂനപക്ഷം പറയുന്നതിന് ഞാൻ എതിർക്കുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ന്യൂനപക്ഷങ്ങളുടെ വക്താവായിട്ട് കേരളത്തിൽ PFI എങ്ങനെ മാറുന്നു? ഇതാണ് ചോദ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പൻ പ്രയോഗിച്ച അതേ രാഷ്ട്രീയമാണ്. കേരളത്തെ പോലെ ഇത്രയും ബഹുസ്വരമായിട്ടുള്ള സർവധർമ്മ സമഭാവനയുള്ള മതസഹിഷ്ണുതയുള്ള ഒരു നാട്ടിൽ PFI എങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രതീകമായിട്ട് മാറുന്നു? അവർ ആരാധനാലയങ്ങളിൽ തീരുമാനിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഇപ്പോൾ ഈ വണ്ടി നേരെ കോൺഗ്രസ് ഓഫീസിലേക്കായിട്ട് ഞാനും കൂടെ വരാം. ഞാൻ പുറത്തിരിക്കുക, എനിക്ക് കയറാൻ പറ്റില്ല. ഈ വണ്ടി നേരെ ഞാൻ റിപ്പോർട്ടറിൻ്റെ ഈ എഡിറ്റോറിയൽ ബോർഡിനോട് വിനയത്തോടൊരു അഭ്യർത്ഥന വയ്ക്കുന്നു. ഈ വണ്ടി നേരെ UDFന്റെ ക്യാമ്പിലേക്ക് വിടും. അവിടെ എല്ലാം PFIക്കാരും SDPIക്കാരും, നിങ്ങളുടെ റിപ്പോർട്ടർമാർ ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കുക. നിങ്ങളുടെ ഓഫീസ്, UDFന്റെ ഓഫീസ് മുഴുവൻ നിയന്ത്രിക്കുന്നത് PFI ആണ്, SDPI ആണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിനാശകാല വിപരീത ബുദ്ധി. തെരഞ്ഞെടുപ്പിൽ ബാധിക്കും പിന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിന് കിട്ടുകയാണ്. പിന്നെ വിജയസാധ്യത BJPക്കില്ല. ഇതിൽ ആര് പറഞ്ഞു? നിങ്ങൾ എന്താ വിചാരിച്ചത്? 73% ഇവിടെ ഹിന്ദുക്കളാണ്, 2% ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്. 75%ത്തെയാണ് 23% വെല്ലുവിളിക്കുന്നത്. അത് ഈ രാജ്യത്ത് അത്ര എളുപ്പത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സതീശന് കണ്ടകശനിയാണ്. 23 ഉച്ചയ്ക്ക് ഈ സമയത്ത് നമുക്ക് പറയാം. അല്ലത് ഇപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്നത് 73% ഹിന്ദുക്കൾ. കോൺഗ്രസിലെ ഹിന്ദുക്കൾക്ക് അറിയാം. അപ്പൊ അതാണ് കൃത്യമായ ചേരിതിരിവ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. പിന്നെങ്ങനെയാ 73%? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓർത്തോളൂ. ഉണ്ണി അവിടെയാണ് PFIയെ കൂട്ടുപിടിച്ച് ആരാധനാലയങ്ങൾ കയറി കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായിട്ടും മുസ്ലിം വൽക്കരിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ നാച്ചുറലായിട്ടുള്ള റിവേഴ്സ് പോളറൈസേഷൻ ഉണ്ടാകും ഈ നാട്ടിൽ. ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും ചേർന്ന് കോൺഗ്രസിനെ വെള്ളപൂശി ആ കോൺഗ്രസിനെ ഒരു മതനിരപേക്ഷ മുഖമില്ലാത്ത പാർട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ്. കോൺഗ്രസിനെ തകർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഷാഫി പറമ്പനും വി.ഡി. സതീശനും കഴിഞ്ഞ കാലങ്ങളിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. പാലക്കാടിനെ കുറിച്ച് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. പാലക്കാട്ടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കുലർ കോൺഗ്രസ് ആയിരുന്നു. അതായത് P. ബാലനും VS വിജയരാഘവൻ സാറും എല്ലാം 2 ചേരികളിൽ നിന്ന് മത്സരിക്കുമ്പോഴും പാലക്കാട്ടെ കോൺഗ്രസിന് ഒരു സെക്കുലർ മുഖം ഉണ്ടായിരുന്നു. ഇന്ന് പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു വിഭാഗം പൂർണ്ണമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട്. ഇതെൻ്റെ ആക്ഷേപമല്ല, കോൺഗ്രസിലെ ഓരോ നേതാവിൻ്റെയും ആക്ഷേപമാണ്. ഇത് K. മുരളീധരന് ഈ പരോക്ഷമായ പരാതിയുണ്ട്. ഇത് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കൾക്കുണ്ട്. കോൺഗ്രസിനെ PFI വൽക്കരിക്കുകയാണ് വി.ഡി. സതീശനും ഷാഫി പറമ്പനും. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ. ഇത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതൊരു വലിയ ആരോപണമാണ്. കാരണം PFI വൽക്കരിക്കപ്പെടുകയാണ്. കോൺഗ്രസ് പാർട്ടി ഈക്വൽ ടു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് വന്നിരിക്കുകയാണ് പാലക്കാട്. ഇത് ജനങ്ങൾക്ക് ഇതെല്ലാം കാണാം. ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നഗരത്തിൽ ഞങ്ങൾ റോട്ടിലിരുന്ന് AC മുറിയിലിരുന്ന് തെരഞ്ഞെടുപ്പ് നടത്തുകയല്ല. ഈ റോട്ടിലെ ഓരോ സ്ഥലത്തും ഞങ്ങൾ ഓരോ പ്രദേശത്തും കോൺഗ്രസ് ആരാധനാലയങ്ങളിലൂടെ ഇത്തരം ഗ്രീൻ ആർമിയെ കയറ്റി ഒരു വർഗീയതയുടെ ഏറ്റവും വിഷവിത്തിനെയാണ്. അത് സാധാരണ നിങ്ങൾ പറഞ്ഞ ഒരു SDPI അല്ല. ഇത് VFIയുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അല്ല, അങ്ങനെ വരുമ്പോൾ പാലക്കാട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെ തന്നെ. ഞങ്ങള് 10,000 വോട്ടിന് ജയിക്കും. അല്ല, അതായിക്കോട്ടെ. പക്ഷെ ചേലക്കരയിൽ നിങ്ങൾ പറയുന്നത് ചേലക്കരയിലും തോക്കും കോൺഗ്രസ്. അവിടെ ആര് ജയിക്കും? ചേലക്കരയിലും BJP. അല്ല, എന്താ BJPക്ക് അവിടെ എന്താ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? 55,000 വോട്ട് കിട്ടി അവിടെ BJP ജയിക്കും. ഞങ്ങളെ കണക്ക് അവസാനത്തെ ഗ്രൗണ്ടിൽ നിന്ന് വന്ന കണക്ക് 56,500 അതായത് അവിടെ ഞങ്ങളുടെ സമാന്തരം. അതിന് എന്താ സംശയം? ഈ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിക്കും. ചേലക്കരയും പാലക്കാടും ചേലക്കരയും 23-ാം തീയതി 11 മണിക്ക് നിങ്ങൾ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചോളൂ. വയനാടോ? വയനാട് ഇപ്പൊ ഞങ്ങൾ ജയിക്കുന്നു ഞാൻ പറയുന്നില്ല. പക്ഷെ ചേലക്കര കിട്ടും,
പാലക്കാടും കിട്ടും. രണ്ടും കിട്ടും. ഏതായാലും അത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കേട്ടോ. ആ 11 പ്രവചനം വിജയിക്കുമെന്ന് 11 മണിക്ക് നിങ്ങൾ എന്നെ വിളിക്കണം. അന്നേരം നിങ്ങൾ എന്നെ ഒഴിവാക്കരുത്. 11 മണിയല്ല, അത് മുമ്പേ വിളിക്കും. പാലക്കാട് BJP ജയിച്ചാൽ അത് ഉണ്ണി സാർ ലീവാണെന്ന് എന്നോട് പറഞ്ഞു. അതെ, അപ്പോ തമാശയായിട്ട് എടുത്താൽ ഉണ്ണി സാറിന് അത്രയില്ല, സ്മൃതി ചേച്ചിക്കാണ് കൂടുതൽ. ആണല്ലേ? എന്താ പറയുക, ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്നെ വേഗം ഒരു ഇടും. അതുകൊണ്ട് ഞാൻ ചോദിക്കാതിരിക്കും. അതല്ലേ? ചോദിക്കണം. ചോദികളെ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു അല്ല, ഇവിടെ ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ട് നിങ്ങൾ? ഇല്ല, ഇപ്പൊ ഞാനിങ്ങനെ വന്നും പോകുന്നു. ഞാൻ വന്നോണ്ട് എന്ത് ചെയ്യാൻ? അല്ല, ചോദിക്കാല്ല, പാർട്ടിയല്ല കാര്യങ്ങളല്ല. അതെ. അല്ല, എത്ര ദിവസമായിട്ട് ഇവിടെ ഒരു 10-12 ദിവസം ഉണ്ടായി. എങ്ങനെയുണ്ട്? എല്ലായിടത്തും പോകാനൊക്കെ പറ്റിയ കഴിയുന്ന എല്ലായിടത്തും എത്തി. ജനങ്ങളുടെ പൾസ് മാറിയിട്ടുണ്ട്. 2 കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് അത് വിലയിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഈ കണ്ണാടി, പിരായിരി, മാത്തൂർ പഞ്ചായത്തുകളിലെ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നിഷ്കളങ്കരായിട്ടുള്ള നെൽകർഷകരാണ്. അവിടെ എല്ലാം ഞങ്ങൾ ചെന്നപ്പം അവർക്കൊരു ഹാർഡ് കോർ പൊളിറ്റിക്സ് ഇല്ല. അവരൊരു കേഡർ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരല്ല. അവരുടെ ജീവിതമാണ് വഴിമുട്ടിയിരിക്കുന്നത്. ജീവിതം, അതായത് 1.5 മാസം 2 മാസമായിട്ട് നെല്ലെടുത്തിട്ടിരിക്കുകയല്ല, മുളച്ചിരിക്കുകയാണ്. ഇവർക്കത് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. മില്ലുകാരായിട്ട് ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. വലിയ കളികളാണ് നടക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന MSP ഇവിടെ ഇവരെ കുറയ്ക്കുക, അതിന് പകരം ഇവിടെ കുറയ്ക്കുകയാണ്. വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ആ ഇഷ്യൂവിൽ ഇത്തവണ വലിയ മാറ്റമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ വലിയ മണിപ്പൂരൊക്കെ ഇപ്പോൾ ഇന്ന് മനോരമയൊക്കെ 1-ാം പേജ് വാർത്തയാണ്. ഒരാളും വിശ്വസിക്കില്ല. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടെന്ന് പറയുന്നത് അവരുടെ മണ്ണും അവരുടെ കിടപ്പാടുമായിരുന്നു. അവരങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ കോട്ടയത്തു നിന്ന് വന്നിട്ട് വയനാട്ടിലും അല്ലെങ്കിൽ വേറെ കോട്ടയത്തു നിന്ന് വന്നിട്ട് അധ്വാനിച്ച് ഭൂമി എന്ന് പറയുന്ന അവരുടെ ജീവനാണ്. ഏത് മണ്ണും അവർ എന്താ പറയുക, ഒരു വിളവില്ലാത്ത മണ്ണും അവർ അധ്വാനിച്ച് പൊന്നാക്കുന്നവരാണ്. ഇതാദ്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ കിടപ്പാടം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം വന്നിരിക്കുക. നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ ലീഗിനോടും CPM-നോടും ഒപ്പമാണ്. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ കിടപ്പാടം ചോദ്യം ചെയ്യപ്പെടാണ്. ഒരു സ്ഥലത്തല്ല, മുനമ്പത്തുനിന്ന് അത് വേറെ സ്ഥലത്തേക്ക് പോയി, പല സ്ഥലങ്ങളിലേക്കും പോയി. അതുകൊണ്ട് ഇത്തവണ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ ഈ 2 മുന്നണികളെയും ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 11 മണിക്ക് നിങ്ങൾ എന്നെ വിളിക്കണം. 23-ാം തീയതി ആദ്യ പാഠം. 23-ാം തീയതി നിങ്ങൾ എന്നെ വിളിക്കണം. 23-ാം തീയതി വിളിക്കില്ലേ മാഡം? നിങ്ങൾ ഏറ്റവും നല്ല അനാലിസിസ് ലോക്സഭയെ കുറിച്ച് നടത്തിയ ആളാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അതിനുമുമ്പ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ നല്ല അനാലിസിസ് നിങ്ങൾ നടത്തി. എൻ്റെ കയ്യിലുണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 23 രാവിലെ 11 മണിക്ക് നിങ്ങൾ എന്നെ വിളിക്കണം. തീർച്ചയായിട്ടും, സംശയമില്ല. ഇടമല നോക്കാതെ ഉണ്ണി സാർ വിളിച്ചിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് അല്ലേ, നമ്മുടെ ഒരു ഇലക്ഷൻ ബസ്സിൽ യാത്ര. ദേഷ്യമൊന്നും പാടില്ല. അങ്ങനെ ദേഷ്യം സൂക്ഷിക്കുന്ന ആളല്ല. ഞാനും സ്മൃതിയും തമ്മിൽ എന്തിനു ദേഷ്യപ്പെടുന്നു? നമ്മൾ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അത് വേറെ കാര്യം. പൊളിറ്റിക്സ് ഡിഫറെന്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഗസ്റ്റ് ഒക്കെ ഒരുക്കി തരുന്ന സുവർണപ്രസാദ് ആണ് കൂടെ ഉള്ളത്. താങ്ക് യു സുവർണപ്രസാദ്. അതാണ് സുവർണപ്രസാദ്. അതെ, താങ്ക് യു. വലിയ സന്തോഷം.